വഖഫ് ബോർഡ് പുനഃസംഘടനയിൽ വിശദീകരണവുമായി മുസ്ലിം ലീഗ് അമുസ്ലിങ്ങളെ നിയമിക്കാമെന്ന് UDF സർക്കാർ കോടതിയെ അറിയിച്ചിട്ടില്ലെന്ന് PM എ സലാം പറഞ്ഞു. അറിയിച്ചത് LDF വ്യവസ്ഥകൾ പാലിക്കാതെ വഖഫ് ബോർഡ് രൂപീകരിച്ചത് പരിശോധിക്കാം എന്നാണെന്നും PM എ സലാം ചന്ദ്രിക ദിനപത്രത്തിൽ എഴുതിയ ലേഖനത്തിൽ പറയുന്നു. BJPക്ക് പരവതാനി വിരിച്ചത് ഇടത് സർക്കാർ എന്നും സലാം ആരോപിച്ചു. വിശദാംശങ്ങളുമായി സരീഷ് PK ആണ് ചേരുന്നത്. സരീഷ്, ഇതുമായി ബന്ധപ്പെട്ട് വിവാദങ്ങളൊക്കെ നിലനിൽക്കുന്ന ഒരു സാഹചര്യമാണ്. ആ ഘട്ടത്തിലാണ് നിലവിൽ PM എ സലാം ഇത്തരത്തിൽ വിശദീകരിക്കുന്നത്. എന്തൊക്കെയാണ് അദ്ദേഹം എഴുതിയിരിക്കുന്നത്? ഷോൺ ജോർജ് നൽകിയ ഹർജിയിൽ ഹൈക്കോടതി അനുകൂല നിലപാടെടുക്കുകയും വഖഫ് ബോർഡിന്റെ പ്രവർത്തനങ്ങൾ തന്നെ താളം തെറ്റുകയും ഒക്കെ ചെയ്യുന്ന സാഹചര്യത്തിലാണ് ഇപ്പോൾ PM എ സലാം, മുസ്ലിം ലീഗിന്റെ സംസ്ഥാന ജനറൽ സെക്രട്ടറി കൂടിയായ PM എ സലാം ഒരു വിശദീകരണവുമായി രംഗത്തെത്തുന്നൊരു സാഹചര്യം ഉണ്ടായിട്ടുള്ളത്. ഈ ചന്ദ്രിക ദിനപത്രത്തിൽ ഇന്ന് പ്രസിദ്ധീകരിച്ച ദിനപത്രത്തിലാണ് അദ്ദേഹത്തിന്റെ വിശദമായുള്ളൊരു ലേഖനമുള്ളത്. അതിൽ കൃത്യമായി പറയുന്നത് ഇടത് സർക്കാരിന്റെ വഖഫ് ബോർഡ് രൂപീകരണം സാങ്കേതികവും നിയമപരവുമായ വ്യവസ്ഥകൾ പാലിച്ചിട്ടില്ല എങ്കിൽ അത് പരിശോധിക്കാം എന്ന് മാത്രമാണ് സംസ്ഥാന സർക്കാർ, VD സതീശൻ സർക്കാർ കോടതിയിൽ നയം അല്ലെങ്കിൽ ഈ നിലപാട് സ്വീകരിച്ചിട്ടുള്ളത്. അത് മാത്രമാണ് കോടതിയെ അറിയിച്ചിട്ടുള്ളത്. അല്ലാതെ രണ്ട് അമുസ്ലിങ്ങളെ വെച്ചോളാം എന്ന് കോടതിയിൽ പറഞ്ഞിട്ടില്ല എന്നൊരു വിശദീകരണമാണ് ഇപ്പോൾ മുസ്ലിം ലീഗിന്റെ ഭാഗത്തു നിന്നും ഉണ്ടാകുന്നത്. അതോടൊപ്പം തന്നെ നിലവിലുള്ള 4 ഹർജികളും തള്ളിക്കളയണമെന്നാണ് അഡ്വക്കേറ്റ് ജനറൽ കോടതിയിൽ ആവശ്യപ്പെട്ടത്. അല്ലാതെ ആ ഹർജിയുമായി ബന്ധപ്പെട്ട് അല്ലെങ്കിൽ അനുകൂലമായ ഒരു തീരുമാനമോ അല്ലെങ്കിൽ നിലപാടോ സംസ്ഥാന സർക്കാരിന്റെ ഭാഗത്തു നിന്ന് ഉണ്ടായിട്ടില്ല. എവിടെയും കക്ഷി ചേരുന്ന നിലപാടല്ല സർക്കാർ തീരുമാനിച്ചിരിക്കുന്നത് അല്ലെങ്കിൽ സ്വീകരിച്ചിരിക്കുന്നത്. ആരാണ് ഇതിനൊക്കെ ചൂട്ടുപിടിച്ചത് എന്ന് കൃത്യമായി ജനത്തിനറിയാം എന്നുള്ളതും കൂടി പറയുന്നു. അതോടൊപ്പം തന്നെ കഴിഞ്ഞ LDF സർക്കാരിനെയും കഴിഞ്ഞ മുഖ്യമന്ത്രി പിണറായി വിജയനെയും കൃത്യമായി വിമർശിക്കാൻ കൂടി അദ്ദേഹം തയ്യാറെടുക്കുന്നുണ്ട്. കാരണം ഇതുമായി ബന്ധപ്പെട്ട് ഈ വഖഫ് ബോർഡ് രൂപീകരിച്ചപ്പോൾ, അതായത് കേന്ദ്ര സർക്കാരിന്റെ നിയമവും വഖഫ് ബോർഡ് നിയമവും ഒക്കെ ഭേദഗതി ചെയ്യപ്പെടുകയും അതുമായി ബന്ധപ്പെട്ട പുതിയ നിയമങ്ങൾ വരികയും ഒക്കെ ചെയ്തപ്പോൾ വഖഫ് ബോർഡ് രൂപീകരിച്ചപ്പോൾ എന്താണ് LDF സർക്കാർ സ്വീകരിച്ച നിലപാട്, ആർക്കൊക്കെ വേണ്ടിയാണ് ഒഴിവുകൾ നികത്തിയിട്ടത്, എന്തുകൊണ്ടാണ് അത്തരത്തിലൊരു നിലപാട് സ്വീകരിച്ചത് എന്ന് കൃത്യമായി ആളുകൾക്കറിയാം. അത് വിശകലനം ചെയ്യപ്പെടുന്നുണ്ട്. യഥാർത്ഥത്തിൽ BJPക്ക് വേണ്ടിയുള്ള എല്ലാ സപ്പോർട്ടും ചെയ്തത് പിണറായി സർക്കാരാണ്. ആ പിണറായി സർക്കാരാണ് ഇപ്പോൾ UDF സർക്കാരാണ് ഇതെല്ലാം ചെയ്തത് എന്ന രീതിയിലുള്ളൊരു നിലപാട് സ്വീകരിക്കുന്നത്. പ്രത്യേകിച്ച് ചില മതവിശ്വാസികളെയും മതസംഘടനകളെയും തെറ്റിദ്ധരിപ്പിക്കാൻ കൂടി അദ്ദേഹം സമയം ചെലവഴിക്കുന്നുണ്ട്. അതിനുള്ള പ്രസ്താവനയാണ് അദ്ദേഹം നടത്തിയത് എന്നുകൂടി പറയുന്നുണ്ട്. അതോടൊപ്പം തന്നെ PM ശ്രീയുമായി ബന്ധപ്പെട്ടും സമാനമായ ഇടപെടലുകളാണ് അദ്ദേഹം നടത്തിയത്. ഘടകകക്ഷികളോട് പോലും ചോദിക്കാതെ ഇത്തരത്തിലുള്ള വിഷയത്തിൽ ഇടപെടുകയും തീരുമാനമെടുക്കുകയും ചെയ്ത് ഏറ്റവും അവസാനമായി ആപ്പിലായപ്പോൾ അദ്ദേഹം തന്നെ ഇതിൽ നിന്നും പിന്മാറുന്നു എന്ന് പരസ്യമായി പറയുകയും എന്നാൽ രഹസ്യമായി അതിനനുകൂലിക്കുകയും ചെയ്യുന്ന ഒരു നിലപാടൊക്കെ സ്വീകരിച്ചിരുന്നു. സമാനമായ നിലപാട് തന്നെയാണ് വഖഫ് ബോർഡിലും ഉണ്ടാകുന്നത്. ഒരു തരത്തിലും അനുകൂലമായ നിലപാട്, പ്രത്യേകിച്ച് മുസ്ലിം വിശ്വാസികളല്ലാത്ത 2 പേരെ ഉൾക്കൊള്ളിക്കുന്നതുമായി ബന്ധപ്പെട്ട് ഒരു തരത്തിലുള്ള ഇടപെടലുകളും സംസ്ഥാന സർക്കാരിന്റെ ഭാഗത്തുനിന്നും ഉണ്ടായിട്ടില്ല എന്നൊരു വിശദീകരണമാണ് ഇപ്പോൾ PM എ സലാം നൽകുന്നത്. ശരി.